തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ കൂനമൂച്ചിയിൽ നിന്ന് ഇടത് സ്ഥാനാർത്ഥിയായ വിനു ജോൺസൺ നേടിയത് ചരിത്ര വിജയം. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയിൽ നിന്നും മണ്ഡലം പ്രസിഡന്റിനെ പരാജയപ്പെടുത്തിയാണ് വിനു ഐതിഹാസിക വിജയം സ്വന്തമാക്കിയത്. തിരഞ്ഞെടുപ്പുകൾ കുടുംബകാര്യമായ പാരമ്പര്യമാണ് വിനു ജോൺസന്റേത്. സ്വന്തം കുടുംബത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ജനപ്രതിനിധിയാകുന്നതുമായ ആദ്യ വ്യക്തിയല്ല വിനു ജോൺസൺ. വിനുവിന്റെ പിതാവ് ടി.വി. ജോൺസൺ, ജോൺസന്റെ പിതൃസഹോദരൻ ടി.എം. പോൾ മാസ്റ്റർ എന്നിവർ കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് മത്സരിച്ചവരാണ്. 2010 കൂനമൂച്ചി വാർഡിൽ നിന്ന് തന്നെയായിരുന്നു ജോൺസന്റെ മത്സരം. എന്നാൽ വിജയം കോൺഗ്രസിനൊപ്പമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ടി.എം. പോൾ മാസ്റ്ററും ഇടതുപക്ഷത്തിനായി മത്സരിക്കാനിറങ്ങിയെങ്കിലും കോൺഗ്രസ് കോട്ടയിൽ പരാജയം രുചിക്കാനായിരുന്നു പോൾ മാസ്റ്ററുടെയും വിധി. പോൾ മാസ്റ്ററും ടി.വി. ജോൺസണും ഇടതുപക്ഷത്തിനായി മത്സരിച്ചത് സ്വതന്ത്ര ചിഹ്നങ്ങളിലായിരുന്നു. എന്നാൽ ഡിവൈഎഫ്ഐ നേതാവും സിപിഐഎം കണ്ടാണിശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവുമായ വിനു ജോൺസൺ പാർട്ടി ചിഹ്നമായ ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിലാണ് മത്സരിച്ച് വിജയിച്ചത്. കൂനമൂച്ചിയിൽ നിന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ പയ്യൂരിലേക്ക് താമസം മാറിയ പോൾ മാസ്റ്റർ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനായി മത്സരിക്കുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. കൂനമൂച്ചി തരകൻ കുടുംബത്തിൽ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയ 3ാം തലമുറക്കാരനാണ് വിനു ജോൺസൺ. തന്റെ കന്നി അംഗത്തിലൂടെ മിന്നും ജയം നേടിയപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യവും ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് വിനു ജോൺസൺ. ജനങ്ങളെ സേവിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും രാഷ്ട്രീയത്തിനതീതമായ ജനസേവനമാണ് ഈ യുവജനപ്രതിനിധി ലക്ഷ്യം വെക്കുന്നത്. ജനങ്ങളുടെ പാർട്ടിയിലും അതുപോലെ എന്നിലും അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള വിജയമാണ് നമ്മുടെ കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ കൂനമൂച്ചി 7ാം വാർഡിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ വേറെ കക്ഷി രാഷ്ട്രീയം ഒന്നും കൂടാണ്ട് പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പാണ് അവർക്ക് ഇപ്പം നൽകുന്നത്. ഇടതുപക്ഷത്തിന് ബാലികേറ മലയായ കൂനമൂച്ചിയിൽ വിനു ജോൺസൺ നേടിയ വിജയത്തിന്റെ ആഘോഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.